നമസ്കാരം. പത്മജയുടെ ബി.ജെ.പി. പ്രവേശനത്തെ പരിഹസിച്ചുകൊണ്ട് CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള പി ജയരാജൻ രംഗത്തെത്തിയിരിക്കുന്നു. അതായത് പെങ്ങൾ പോയി കണ്ട് സെറ്റായാൽ പിന്നാലെ ആങ്ങളെയും പോകുമെന്നാണ് ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നത്. പത്മജയുടെ സഹോദരനും കോൺഗ്രസിൻ്റെ നേതാവുമായിട്ടുള്ള കെ മുരളീധരനെ നമുക്കെല്ലാം അറിയാമല്ലോ. ആ കെ മുരളീധരനെ ഉന്നമിച്ചുകൊണ്ടാണ് ജയരാജൻ്റെ ഇത്തരത്തിലുള്ളൊരു പരിഹാസം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് ഈ പി ജയരാജൻ എന്ന് പറയപ്പെടുന്ന സഖാവ് മത്സരിച്ചിരുന്നല്ലോ കെ മുരളീധരനോട്. ആ കെ മുരളീധരൻ പരാജയപ്പെടുത്തിയത് പി ജയരാജൻ എന്ന് പറയപ്പെടുന്ന ഈ സഖാവിനെയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ പത്മജ വേണുഗോപാൽ ഇപ്പോൾ ഈ BJP-യിലേക്ക് ചേർന്നിരിക്കുന്നത്. ഇതൊക്കെ കണ്ട് ഇത്രയും അട്ടഹസിക്കാൻ വരട്ടെ ശ്രീ പി ജയരാജ. പി ജയരാജൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയട്ടെ. പി ജയരാജൻ മാത്രമല്ല കേട്ടോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ എല്ലാ സഖാക്കളും ഇന്ന് പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനെ ട്രോളുന്ന, പത്മജയെ ട്രോളുന്ന, BJP-യെ ട്രോളുന്ന സകലമാന അന്തം കമ്മി ട്രോളന്മാരും അടക്കം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇതാ പറയുന്നു. അതായത് ഭാരത് ലൈവിൻ്റെ എക്സ്ക്ലൂസീവാണിത്. നിങ്ങളുടെ ഒരു MLA, അതായത് CPM-ൻ്റെ ഒരു MLA, മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള MLA വരുന്ന 15 ദിവസങ്ങൾക്കുള്ളിൽ BJP-യിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത്ഭുതപ്പെടും. നിങ്ങൾ ആശങ്കപ്പെടേണ്ട. നിങ്ങളുടെ ഒരു നേതാവ് ഉടൻ തന്നെ മറ്റൊരു സഖാവിനെ ഭയന്നുകൊണ്ട് ഇതാ BJP-യിലേക്ക് പോകാൻ പോകുന്നു. BJP-യിലേക്ക് എത്തിയാൽ ഇതാ പത്മജയ്ക്ക് നൽകുന്നൊരു സുരക്ഷിതത്വമുണ്ടല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. പത്മജയെ വഴി തടയുമെന്ന് പറയുന്ന യൂത്തന്മാർക്ക് യുവമോർച്ചയും BJP-യും നൽകിയ ഒരു ഉറപ്പുണ്ട്. ധൈര്യമുണ്ടോ യൂത്തന്മാരെ നിങ്ങൾക്ക് പത്മജയെ ഒന്ന് വഴിയിൽ തടയാൻ? വേണമെങ്കിൽ പത്മജയെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുതരാം, ഒന്ന് തടഞ്ഞു നോക്കൂ എന്ന് പറയപ്പെടുന്ന BJP-യുടെ സ്വരം ഇത്രത്തോളം കനത്തതുകൊണ്ടും അവർ നൽകുന്ന സുരക്ഷിതത്വം അത്രയേറെ വലുതായതുകൊണ്ടും ഞാൻ ഈ പറഞ്ഞ BJP-യിലേക്ക് പോകാൻ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായ മാർക്സിസ്റ്റുകാരനായ ഒരു MLA ഉണ്ട്, മുൻകാല MLA, പലവട്ടം MLA ആയി കേരള നിയമസഭയിൽ ചെങ്കൊടി പിടിച്ചെത്തിയ ഒരു നേതാവ്. ആ നേതാവ് വരും ദിവസങ്ങളിൽ സുരക്ഷിതത്വം കരുതി, സുരക്ഷിതത്വം ഓർമ്മിച്ചുകൊണ്ട് സ്വന്തം ജീവൻ പോലും പോകും, അല്ലെങ്കിൽ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തേണ്ടി വരുമെന്നുള്ള സാഹചര്യത്തിലേക്ക് എത്തുന്നത് കൊണ്ട് ആ നേതാവ് BJP-യിലേക്ക് പോകുവാൻ കച്ചമുറുക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് സഖാക്കളായിട്ടുള്ള പി ജയരാജനും പി ജയരാജൻ്റെ നേതാവായിട്ടുള്ള MV ഗോവിന്ദനും ഇവരുടെയൊക്കെ തലതൊട്ടപ്പനായിട്ടുള്ള പിണറായി വിജയനുമൊക്കെ മനസ്സിലാക്കുക, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള MLA-മാരടക്കം BJP-യിലേക്ക് പോകാൻ കച്ചകെട്ടുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഈ വലിയ വാക്തന്ത്രങ്ങളൊന്നും പ്രയോഗിക്കേണ്ട. ഒപ്പം തന്നെ മതേതരത്തിൻ്റെ മുഖമെന്നോ വർഗീയതയുടെ മുഖമെന്നോ ഒക്കെ പറഞ്ഞ് അതിനെ തള്ളിക്കളയാൻ നിൽക്കണ്ട. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൻ നിങ്ങളെ ചതിക്കുകയല്ല ചെയ്യുന്നത്, അയാൾ അവിടുന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലൊരു സഖാവ് മുൻ MLA നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് BJP-യുടെ പാളയത്തിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മധ്യ കേരളത്തിൽ നിന്നാണ്. മധ്യ കേരളത്തിലെ മറ്റൊരു നേതാവിനെ ഭയന്നുകൊണ്ടാണ്, മറ്റൊരു നേതാവിനെ വെച്ചാൽ നിങ്ങളുടെ തന്നെ പാർട്ടിയിലുള്ള മറ്റൊരു സഖാവിനെ ഭയന്നുകൊണ്ട് തന്നെ ഈ സഖാവ് BJP എന്ന് പറയപ്പെടുന്ന പാളയത്തിലേക്ക് പോകുന്നു. പോകാതിരിക്കാൻ തരമില്ല. സ്വന്തം ജീവനും ജീവിതവും വരെ ഇല്ലാതായി പോകുമെന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹത്തിന് ലഭിച്ച സാഹചര്യത്തിൽ ജീവനും ജീവിതവും നിലനിർത്തപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് BJP-യുടെ കുടക്കീഴിലേക്ക് പോവുകയാണ് നിങ്ങളുടെ ഒരു സഖാവ്. ഇന്ന് വരെ സഖാവായിരുന്ന ആൾ നാളെ മുതൽ ആയിട്ട് മാറപ്പെടും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് BJP-യിലേക്ക് പോകുന്നവരെക്കുറിച്ച് വെറുതെ ഇങ്ങനെ പരിഹാസം പറയേണ്ട. നാളെ മുതൽ ഒഴുക്കാണ് നിങ്ങളുടെ MLA-മാരുടെ, നിങ്ങളുടെ MP-മാരുടെ, നിങ്ങളുടെ സഖാക്കന്മാരുടെ, നിങ്ങളുടെ അണികളുടെ, എന്തിന് അന്തം കമ്പികളായി ഇന്ന് ട്രോളുന്ന ട്രോളന്മാർ വരെ നാളെ BJP-യിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് പി ജയരാജനും പി ജയരാജൻ്റെ ബാക്കിയുള്ള നേതാക്കളും അടക്കം മനസ്സിലാക്കുക, നിങ്ങളുടെ ഒരു മുൻ MLA വരും ദിവസങ്ങളിൽ BJP-യിലേക്ക് ചേക്കേറുക തന്നെ ചെയ്യും, അതും മധ്യ കേരളത്തിൽ നിന്ന്.